പരസ്യമില്ലേ? ഇതെല്ലാം LDF അല്ലാതെ വേറെ CPM അല്ലാതെ വേറെ ഏത് രാഷ്ട്രീയ പാർട്ടി ചെയ്യാൻ പറ്റും? തൊഴിൽശാല കൂട്ടി ആയിരക്കണക്കിന് തൊഴിലാളികളെ ഇറക്കി വിട്ടിട്ട് അവിടെ പാർട്ടി ഓഫീസ് പണിതത് CPM അല്ലാതെ വേറെ ആർക്ക് ചെയ്യാൻ പറ്റും? ഇപ്പൊ കണ്ണൂർ കോർപ്പറേഷനായിട്ട് കുറച്ചു കാലമായി, എന്നിട്ട് പോലും ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ ലെവലിലുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ തന്നെ ചേട്ടൻ പറഞ്ഞ പഞ്ചായത്തിന്റെ ലെവലിലുള്ളത് 10 കൊല്ലം മുമ്പ് തന്നെ കടന്നപ്പള്ളി ആദ്യം വരുമ്പോൾ രണ്ടാമത്തെ തവണ തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ ഇതാ മേലെ ചൊവ്വയിലും തെക്കി ബസാറിലും ഫ്ലൈ ഓവർ കാൾടെക്സിൽ ഫ്ലൈ ഓവർ വന്നോ? ഫ്ലൈഓവറിന് ആവശ്യമില്ലാത്തെന്ന് പറഞ്ഞാല് ആ ഫ്ലൈ ഓവർ ആവശ്യമുള്ള സമയത്ത് അന്ന് ഹൈവേ പണി നടക്കുന്നത് ഇപ്പൊ ഇപ്പൊ പണി നടക്കുന്നത് ഫ്ലൈ ഓവർ പണിയുന്നത്. മൃഗതുല്യമായ രീതിയിലാണ് ഒരു മനുഷ്യന്റെ മൃതദേഹം മറവ് ചെയ്യുന്നത്. ഒരു മനുഷ്യനെയും, ഒരു ജാതിയിലുള്ള, ഒരു മതത്തിലുള്ള ഒരു മനുഷ്യനെയും ഈ രീതിയിൽ മറവ് ചെയ്യുന്ന ഒരു ശ്മശാനം എനിക്കൊന്നും ഈ ഇന്ത്യ രാജ്യത്തുണ്ടാവില്ല. വളപട്ടണത്ത് മാത്രം കേന്ദ്രീകരിക്കപ്പെട്ട പ്ലൈവുഡ് ഫാക്ടറികൾ സ്വകാര്യ വ്യക്തികളുടെ അല്ല, ഞാൻ ഒറ്റൊന്ന് ചോദിക്കട്ടെ, ഈ പുഷ്പൻ എന്തിനാ നിങ്ങൾ ഇങ്ങനെ പാടിപ്പോഴുന്നത്? എത്ര കൊല്ലം പുഷ്പൻ നരകയാതന അനുഭവിച്ചു? എന്തിനാ പുഷ്പന്റെ നട്ടലിന് വെടികൊണ്ടത്? ശാസ്ത്രീയ കോളേജിനെതിരെ സമരം നടത്തിയതാണ്. ആ ശാസ്ത്രീയ കോളേജ് നിങ്ങളാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവരുന്നത്. ഓരോ പരിപാടിക്കാരന് പുഷ്പനെ അറിയാമോ നിങ്ങൾ പാടിയാൽ മതി. കേരള രാഷ്ട്രീയത്തിന്റെ ചങ്കിടിപ്പായ കണ്ണൂർ ജില്ലയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്കറിയാം, കനത്ത പോരാട്ടമാണ് കണ്ണൂർ ജില്ലയിലെ 11 നിയോജക മണ്ഡലങ്ങളിലായി നടക്കുന്നത്. കേരളം ഉറ്റുനോക്കുന്ന ഒരു രാഷ്ട്രീയം തന്നെയാണ് കണ്ണൂരിൻ്റെത്. അതുകൊണ്ട് തന്നെ കണ്ണൂരിലെ രാഷ്ട്രീയ ചർച്ചകളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. നമുക്കൊപ്പം 3 രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ ചേരുന്നുണ്ട്. അവരോട് ചോദിക്കാം കണ്ണൂരിന്റെ വികസനം ഏതുവരെയായി എന്ന്. നമുക്കൊപ്പം ഈ ചർച്ചയിൽ അതിഥികളായി എത്തുന്നത് NDAക്ക് വേണ്ടി KG ബാബു, LDFന് വേണ്ടി ഹാഷിം അറിയൽ, UDFന് വേണ്ടി P മുഹമ്മദ് ഷമാസ്. അപ്പോൾ എന്തായാലും കണ്ണൂരിലെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്കൊപ്പം 3 രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളുണ്ട്. നമുക്ക് LDFൽ നിന്ന് തന്നെ തുടങ്ങാം. നോക്കൂ, നമുക്കറിയാം ഇവിടെ 11 മണ്ഡലങ്ങളാണ്, നിയോജക മണ്ഡലങ്ങളാണ് കണ്ണൂർ ജില്ലയിലുള്ളത്. അതിൽ 9ലും ഭരിക്കുന്നത് LDF ആണ്. എന്ത് മാറ്റമാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് കണ്ണൂരിൽ വരുത്തിയത്? കണ്ണൂരിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് വന്ന മാറ്റങ്ങൾ, സംസ്ഥാനത്ത് ഒട്ടാകെ ഉണ്ടായിരുന്ന മാറ്റങ്ങൾ കണ്ണൂരിലും പ്രതിഫലിച്ചു. എന്നാൽ എടുത്തു പറയാൻ പറ്റുന്ന 5 പരിപാടികൾ. 5 പരിപാടികൾ: ജില്ലാ ആശുപത്രിയുടെ നവീകരണം, മുഴുപ്പിലങ്ങാട് ബീച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റി. കണ്ണൂരിലെ വികസനം എന്ന് പറയുന്നത് ഇപ്പം 7 പതിറ്റാണ്ട് കാലമായിട്ട് ഇവിടെ UDFും ഭരിച്ചിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്. അതുപോലെ കേരള സംസ്ഥാനം ഭരിച്ചിട്ടുണ്ട്, UDF ഭരിച്ചിട്ടുണ്ട്, LDFും ഭരിച്ചിട്ടുണ്ട്. പക്ഷെ കണ്ണൂരിൻ്റെ വികസനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ജില്ലകളെ അപേക്ഷിച്ചിട്ട് വികസനം മുരടിച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പം എൻ്റെ സുഹൃത്ത് ഇവിടെ പറഞ്ഞ ആശുപത്രീൻ്റെ കാര്യം പറഞ്ഞു, ആ ആശുപത്രീൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ മുഴപ്പിലങ്ങാട് ബീച്ചിൻ്റെ കാര്യം പറഞ്ഞു. ഈ ആശുപത്രീൻ്റെ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഓപ്പറേഷൻ ചെയ്യേണ്ട ഉപകരണങ്ങൾ ഡോക്ടർ ഷീട്ട് ചെയ്ത് കൊടുത്തിട്ട് രോഗി വാങ്ങിച്ചു കൊണ്ട് കൊടുക്കണം. തുന്നുന്ന നൂല് വരെ രോഗി വാങ്ങിച്ചു കൊണ്ട് കൊടുക്കണം. കത്രിക വയറിലുണ്ടാകുന്നതിനെക്കാട്ടും വലിയ ദയനീയമായിട്ടാണ് അവിടെയുള്ള സ്ഥിതിവിശേഷം എന്ന് പറയുന്നത്. കണ്ണൂരുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ കച്ചവടങ്ങൾ വരെ വളരെ കുറവാണ്. എന്താ വെച്ചാൽ ഇവിടെ ഇത്രയും വലിയ ട്രാഫിക് ബ്ലോക്ക് കഴിഞ്ഞ് അതിജീവിച്ചുകൊണ്ട് കണ്ണൂർ ടൗണിൽ വന്ന് സാധനം വാങ്ങിക്കുന്നതിന് ഉപരിയായി അവരൊക്കെ തന്നെ അതാത് പട്ടണങ്ങളിൽ, അതാത് ചെറിയ ചെറിയ സ്ഥലങ്ങളിലുള്ള ഷോപ്പുകളെ ആശ്രയിച്ചുകൊണ്ട് അവിടെയാണ് കച്ചവടം പോലും നടക്കുന്നത്. ഇവിടെ എന്ത് അടിസ്ഥാന സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളതെന്ന് ഇവിടെ ഭരിച്ച UDFന്റെ LDFന്റെ പ്രതിനിധികൾ അവരെടുത്ത് പറയേണ്ടതാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഞങ്ങള് കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ജനങ്ങളോട് തന്നെ ചോദിച്ചിരുന്നു എന്തൊക്കെയാണ് നിങ്ങൾ നേരിടുന്ന പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത്, ഇപ്പൊ കണ്ണൂർ കോർപ്പറേഷനായിട്ട് കുറച്ചു കാലമായി, എന്നിട്ട് പോലും ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ ലെവലിലുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ തന്നെ ചേട്ടൻ പറഞ്ഞ പഞ്ചായത്തിന്റെ ലെവലിലുള്ളത്, മുനിസിപ്പാലിറ്റിന്റെ ലെവലിൽ പറയാൻ പഞ്ചായത്തിന്റെ ലെവലിലുള്ള പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നതെന്ന് വളരെ സത്യസന്ധമായിട്ട് ഇവിടെയുള്ള 2 പ്രതിനിധിക്കും പറയാൻ വേണ്ടി പറ്റും. അപ്പൊ തന്നെ ഇപ്പൊ പബ്ലിക് ടോയ്ലറ്റിന്റെ പ്രശ്നം അദ്ദേഹം പറഞ്ഞു. ഇവിടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി വാഷ്റൂം സർവീസുകൾ ഇല്ല എന്ന് പറയുന്നത് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇടതുപക്ഷത്തെ പറയുമ്പോൾ ഒപ്പം തന്നെ കോർപ്പറേഷൻ ഭരിക്കുന്നത് കോൺഗ്രസ് ആണെന്ന നിലയ്ക്ക് എങ്ങനെയാ അതിനെ സൂചിപ്പിച്ച കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പം കോർപ്പറേഷനൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇതെല്ലാം ഇതിലും വലിയ രീതിയിലുള്ള പ്രചരണങ്ങളായി ചർച്ച ചെയ്യപ്പെട്ടതാണ്.
അതൊക്കെ ജനങ്ങൾ തള്ളിക്കളഞ്ഞിട്ടാണ് കോർപ്പറേഷനിൽ ഈ പറഞ്ഞ പോലെ കൃത്യമായ ഭൂരിപക്ഷത്തോടെ UDF ജയിച്ചത്. പിന്നെ അതിന്റെ ചില വസ്തുതാപരമായ ചില പ്രശ്നങ്ങളുണ്ട്. ഈ പറഞ്ഞ ശൗചാലയം ഉൾപ്പെടെ ടേക്ക് എ ബ്രേക്ക് ഉൾപ്പെടെ കോർപ്പറേഷന്റെ പല താഴെ ചൊവ്വയിലാണെങ്കിലും മറ്റ് പ്രദേശങ്ങളിലൊക്കെ ഇവരുടെയൊക്കെ ഒരു അവസ്ഥയുണ്ടല്ലോ ഈ ടേക്ക് എ ബ്രേക്കിന്റെ. ഇതൊക്കെ ഏറ്റവും റീസെന്റ് നമ്മൾ കാലാകാലങ്ങളെ ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ അത് പിന്നെ വളരെ ശോചനീയ അവസ്ഥയിൽ നിന്നുള്ള സാഹചര്യമൊന്നുമല്ല. ഏറ്റവും റീസെന്റായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട സാഹചര്യം വരെ ഉണ്ട്. പിന്നെ ഈ പറയുന്ന കോർപ്പറേഷന്റെ ചില പരിമിതികളുണ്ട്. അത് ഞങ്ങൾ ആരും ഏതെങ്കിലും തരത്തിൽ കോർപ്പറേഷൻ ഏറ്റവും അവസാനം രൂപീകരിച്ച കോർപ്പറേഷനാണ്. ഈ കോർപ്പറേഷൻ രൂപീകരിച്ചത് മുതൽ ഇങ്ങോട്ട് ഈ പറഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിലാണ് കണ്ണൂർ കോർപ്പറേഷൻ രൂപീകരിക്കുന്നത്. ഈ 10 വർഷക്കാലവും സംസ്ഥാനം ഭരിച്ചത് LDF ഗവൺമെന്റാണ്. ഒരുമാതിരി ഈ എന്താ പറയാ, ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത്. മുഖ്യമന്ത്രി അടക്കമുള്ള ജില്ലയാണ്. ആ അതേ മുഖ്യമന്ത്രി തന്നെ ഈ കോർപ്പറേഷനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന CPM ജില്ലാ സെക്രട്ടറിക്ക് ഇവിടെ തുരങ്കം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കുറെ സംഭവമൊക്കെ ഉണ്ടാക്കി. അത് പിന്നെ അവസാനം ഈ മറ്റേ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് സമയത്ത് ആശുപത്രി ഓർമ്മയുണ്ടാവും. പിന്നെ മറ്റേ ഇതല്ലേ അല്ല മാലിന്യ സംസ്കരണത്തിന്റെ അതിന്റെ കഥ അറിയില്ലല്ലോ. 110 കോടി പോയ 110 കോടി അല്ല, ഒരു കാര്യം 110 കോടിയുടെ കഥയൊക്കെ ആണെങ്കിലേ ഈ സംസ്ഥാനം ഭരിക്കുന്ന ആരാണ്? എന്തുകൊണ്ട് അതിനകത്ത് ഈ പറഞ്ഞ പോലെ 110 കോടി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഈ പറഞ്ഞ അഴിമതി നടപ്പിലായോ ആ പദ്ധതി, ആ ടെൻഡർ ഒരു ഉന്നത CPM നേതാവിന്റെ മകന്റെ കമ്പനിക്ക് കിട്ടാത്തതിന്റെ ചുരുക്കായിരുന്നു. അത് സത്യം പറഞ്ഞ ഉള്ളതാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു പോകുമ്പോ ഈ പറഞ്ഞ പോലെ നിങ്ങൾ തന്നെ തുടക്കത്തിൽ പിന്നെ LDFന്റെ പ്രതിനിധി ചോദിച്ച 5 വികസന നേട്ടങ്ങൾ 5 എണ്ണം പോയിട്ട് അദ്ദേഹത്തിന് 3 എണ്ണം പോലും മുഴുവിപ്പിക്കാനില്ല. അല്ല ഞാൻ പറഞ്ഞു, ഞാൻ 100 എണ്ണം നിഷേധിക്കാൻ അല്ല, ഞാൻ പറഞ്ഞുതരാം. കണ്ണൂർ മണ്ഡലത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പൊ നേരത്തെ ബാബുവേട്ടൻ പറഞ്ഞു റോഡ്, നമ്മളിപ്പോ ഈ പാർക്കിലേക്ക് ബേബി ബീച്ചിലേക്ക് വരുന്ന റോഡെല്ലാം നമ്മളുള്ളത് ഈ റോഡ് അല്ല ഞാൻ പറഞ്ഞു കാലാകാലങ്ങളായിട്ടുള്ളതാണ്. കാലാകാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റോഡിൽ ഇപ്പം കഴിഞ്ഞ പിന്നെ കോർപ്പറേഷന്റെ ലാസ്റ്റ് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഇവിടുത്തെ ഓട്ടോക്കാർ മറന്നിട്ടൊന്നുമില്ല എങ്ങനെയാണ് നമ്മൾ ഈ റോഡിലൂടെ പോയിട്ടുള്ളത് എന്നുള്ളത്. അത് നമ്മളൊക്കെ യാത്ര ചെയ്ത ആളുകളാണ്. ഒരു വലിയ വേറെ സത്യം കൂടെ, ഈ റോഡിൽ സത്യം പറഞ്ഞ കോർപ്പറേഷൻ റോൾ ഇല്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് നന്നായി കോർപ്പറേഷന് റോൾ ഉണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസ് നന്നാക്കൂല. ആ വാദം എന്തായാലും കടന്നപ്പള്ളി നന്നാക്കിയ റോഡാണെന്നാണ് പറയുന്നത്. ഇതിലേക്ക് ഇത് ഈ പറഞ്ഞതുപോലെ കൃത്യമായി ചില പ്രചരണങ്ങളുണ്ട്. ഞാൻ 5 കാര്യങ്ങൾ എന്ന് ഇദ്ദേഹത്തോട് ചോദിച്ചപ്പോ ഈ മണ്ഡലത്തിൽ ഏതാ നിങ്ങൾ ഞാൻ പറയാം. ഇന്റർനാഷണൽ സ്കൂള് ഈ പറഞ്ഞ പോലെ 10 കൊല്ലം മുമ്പ് തന്നെ കടന്നപ്പള്ളി ആദ്യം വരുമ്പോൾ 2ാമത്തെ തവണ തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ ഇതാ മേലെ ചൊവ്വയിലും തെക്കി ബസാറിലും ഫ്ലൈ ഓവർ ലാൾടെക്സിൽ ഫ്ലൈഓവറിന് ആവശ്യമില്ലാത്തെന്ന് പറഞ്ഞാല് ഫ്ലൈ ഓവർ ആവശ്യമുള്ള സമയത്ത് അന്ന് ഹൈവേ പണി നടക്കുന്നത്. ഇപ്പൊ ഫ്ലൈ ഓവർ പണിയുന്നത് ഹൈവേ ചൊവ്വക്കുള്ളത്. അത് ഫ്ലൈ ഓവർ എന്നല്ല, അത് എന്താണ് പിന്നെ റെയിൽവേന്റെ ഓവർബിറ്റ് അത് ഊരാലെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഊരാലെങ്കിലും നടപ്പിലാക്കുന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം കാസർഗോഡ് ഹൈവേ പോയിട്ട് നോക്കിയാൽ മതി. ഒന്ന് യാത്ര ചെയ്യുമ്പോൾ ഇയാൾ തന്നെ പറഞ്ഞു ഫ്ലൈ ഓവർ വരുന്നു. ആ ഫ്ലൈ ഓവർ വരുന്നത് തന്നെ ഈ ഇവിടെ ട്രാഫിക് ഗണ്യമായി കുറയാൻ പോവുകയാണ്. പിന്നെ കീച്ചേരി ഇപ്പൊ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഫ്ലൈ ഓവർ ഇല്ലെങ്കിലും ഇവിടെ പിന്നെ ട്രാഫിക് കുറയും. കണ്ണൂർ സിറ്റിയിൽ കുറയുന്നതിന്റെ കാരണം എന്താണ്? NH വന്നാൽ മറ്റേ നമ്മുടെ പെട്രോളിന്റെ വില കൂടിയാൽ അത് തോന്നുന്നില്ല. NH കല്യാശ്ശേരിന്ന് നേരെ താണയിലേക്ക് പോയാൽ NH വരുമെന്നുള്ള കാര്യം നിങ്ങൾ പൂട്ടി കെട്ടിപ്പൂട്ടി പോയതല്ലേ രണ്ടുപേരോടും. എനിക്ക് സത്യം പറഞ്ഞാലേ ഇതിൽ BJP പ്രതിനിധി ഏതാ പ്രതിനിധി ഏതാ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ എനിക്കൊരു സംശയമുണ്ട്. UDFന്റെ LDFന്റെ പ്രതിനിധിയോട് എനിക്ക് ഒരു 1-2 പ്രധാനമായിട്ടുള്ള കാര്യം പറയേണ്ടത്. ഒന്നാണ് ഞാൻ ശൗചാലയത്തിന്റെ പറഞ്ഞത്. 2 നമ്മളെ കണ്ണൂരിൽ ഏറ്റവും വലിയ ഒരു വിഷമം അനുഭവിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പയ്യാമ്പല ശ്മശാനത്തിന്റെ വിഷയമാണ്. ഇപ്പൊ പിന്നെ കോർപ്പറേഷൻ ഭരിക്കുന്നത് പിന്നെ UDF ആണ്. പക്ഷെ ഇവിടെയുള്ള MLA എന്ന് പറയുന്നത് LDF ആണ്. പക്ഷെ പയ്യാമ്പല ശ്മശാനം ഇപ്പം നമ്മുടെ ശ്മശാന കമ്മിറ്റിയിൽ നിന്ന് പിന്നെ കോർപ്പറേഷൻ ഏറ്റെടുത്തതിന് ശേഷം
ആ ശ്മശാനത്തിന്റെ ഗതി എന്ന് പറഞ്ഞാൽ മൃഗതുല്യമായ രീതിയിലാണ്. ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞു ആ ശ്മശാനത്തിന്റെ കാര്യത്തിൽ ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. അപ്പൊ മൃഗതുല്യമായ രീതിയിലാണ് ഒരു മനുഷ്യന്റെ മൃതദേഹം മറവ് ചെയ്യുന്നത്. അവിടെ ഡെയിലി എന്ന് പറഞ്ഞാൽ എന്താണ് ശരാശരി ഒരു 10 മുതൽ 15 വരെ മൃതദേഹങ്ങൾ മറവ് ചെയ്യുന്നുണ്ട്. അടിസ്ഥാന സൗകര്യം പോയിട്ട് അവിടെയുള്ള ഒരു വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഒരു മനുഷ്യനെയും, ഒരു ജാതിയിലുള്ള, ഒരു മതത്തിലുള്ള ഒരു മനുഷ്യനെയും ഈ രീതിയിൽ മറവ് ചെയ്യുന്ന ഒരു ശ്മശാനം എനിക്കൊന്നും ഈ ഇന്ത്യ രാജ്യത്തുണ്ടാവില്ല. അത്ര മോശമായ രീതിയിലാണ് ചെയ്യുന്നത്. അത് ഇവര് കരുതി കൂടി ചെയ്യുന്നത്. ആ ശ്മശാനത്തിന്റെ വിറകിറക്കിയതും ചിരട്ട ഇറക്കിയതിന്റെ മേലെ അതിന്റെ മേലെ നിന്ന് അഴിമതി ആരോപണം നേരിട്ട ഒരു വിഭാഗമാണ് കണ്ണൂർ കോർപ്പറേഷൻ. ഞാൻ അതിലേക്ക് വരാം. ഞാൻ അതിന് മുമ്പ് നേരത്തെ പറഞ്ഞു ഒന്ന് പൂർത്തീകരിക്കാൻ എനിക്ക് സമാധാനമില്ല. ഈ പറഞ്ഞ പോലെ ഫ്ലൈ ഓവറിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇവിടെ ഈ 10 വർഷം മന്ത്രിയായിട്ടൊക്കെയാണ് അദ്ദേഹം ഭരിച്ചത്. ഒരു പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു തൊഴിൽ സംരംഭം, എത്രയോ ചെറുപ്പക്കാർ ഞങ്ങളെ പോലുള്ള ആളുകൾ ഒരു തൊഴിൽ സംരംഭം ഈ മണ്ഡലത്തിൽ തുടങ്ങാൻ മന്ത്രി ഉൾപ്പെടെയായിരുന്ന കടന്നപ്പള്ളി രാമചന്ദ്രന് പറ്റിയോ? മുഖ്യമന്ത്രിയുടെ ജില്ല, മന്ത്രിമാരുടെ ജില്ല, പാർട്ടി സെക്രട്ടറി, ഇതൊക്കെയാണ്. കണ്ണൂർ നഗരത്തിന്റെ പ്രത്യേകത എന്താ? നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് കണ്ടോൺമെന്റിന്റെ അടുത്താണ്. ഈ പറഞ്ഞ CRPF ക്യാമ്പ്, നേവൽ അക്കാദമി, കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട്, അഴീക്കൽ സീപോർട്ട്, അതിനേക്കാൾ ഉപരി ഈ പറഞ്ഞ നിരവധിയായ ആരാധനാലയങ്ങൾ, ക്ഷേത്രങ്ങൾ, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ദേശീയ തലത്തിലൊക്കെ വലിയ പ്രാധാന്യമുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള കൊട്ടിയൂരും തളിപ്പറമ്പും ഒക്കെ ആയിട്ട് വലിയ തീർത്ഥാടന കേന്ദ്രമാടായി പാറ, അങ്ങനെ വ്യത്യസ്ത തലത്തിലുള്ളൊരു ജില്ലയുടെ ഹെഡ് ക്വാർട്ടേഴ്സാണ്. ഈ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഒരു അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിൽ സർക്കാരിന്റെ റോൾ എന്തായിരുന്നു? ഏതെങ്കിലും രീതിയിൽ ഈ പറഞ്ഞ യാത്രാ സൗകര്യങ്ങളും ഇവിടുത്തെ ഒരു അടിസ്ഥാനം, പുറത്തുനിന്ന് ഒരാൾ വന്നാൽ ഈ നഗരത്തെ എങ്ങനെ, അതിന് ഏതെങ്കിലും തരത്തിൽ കോർപ്പറേഷൻ ഒരു മുൻകൈ എടുത്തൊരു പ്രൊജക്ട് സമർപ്പിച്ചാൽ പോലും അതിനനുവദിക്കില്ല. ആ രീതിയിലായിരുന്നു പൊതുവെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ കണ്ണൂർ കൈത്തറി വ്യവസായ മേഖല ആകെ അടച്ചുപൂട്ടുന്ന അവസ്ഥയിലേക്ക് എത്തി. തൊഴിൽ സംരംഭങ്ങളില്ല, വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഗ്രാമീണ റോഡുകൾ ഈ പറഞ്ഞ സർക്കാർ എല്ലാം അങ്ങ് കോർപ്പറേഷന്റെ തലയിൽ മാത്രം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തലയിൽ മാത്രം കെട്ടിവെക്കാൻ പറ്റില്ലല്ലോ. സർക്കാരിന്റെ ഭാഗമായി ഇത്ര കോടി എഴുതി വെച്ചിട്ടുണ്ട് ഫ്ലക്സിൽ, 1647 കോടി ചിത്രത്തിൽ എവിടെയും അല്ലാതെ ഫലത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. പിന്നെ ശ്മശാനവുമായി ബന്ധപ്പെട്ട കാര്യം ബാബുട്ടൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ആ ശ്മശാനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താ അതിന്റെ കാരണം? അവിടെ ആധുനിക രീതിയിൽ ഈ പറഞ്ഞ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി, പരമ്പരാഗത രീതിയും അതിൻ്റെ യഥാവിധി മതവിധികളെല്ലാം അനുസരിച്ച് തന്നെയുള്ള മൃതദേഹ സംസ്കരണം നടക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഉൾപ്പെടെ ആവിഷ്കരിച്ച് കോർപ്പറേഷൻ മുന്നോട്ട് പോയി. അവിടെ ആരവിടക്ക് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഈ CRZ ബന്ധപ്പെട്ട അനുമതിയുടെ വിഷയങ്ങൾ, പയ്യാമ്പലം കടലിനോട് ചേർന്നുള്ള പ്രദേശമാണ്, അങ്ങനെയുള്ള ചില പരിമിതികളുണ്ട്. പിന്നെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ അതൊരിക്കലും വിശ്വാസയോഗ്യമല്ല. അതിനേക്കാൾ നിങ്ങൾ ഒരു പയ്യാമ്പലം പിന്നെ ശ്മശാനത്തിന്റെ അവിടെ നിന്നോട്ട് ശിവോഹം വരെയുള്ള അതിന്റെ നീർക്കട് വരെയുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ കടലിന്റെ തൊട്ടിട്ടുള്ള നിരവധി ഹോട്ടലുകൾക്ക് പിന്നെ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്, നിരവധി ബിൽഡിംഗ് വന്നിട്ടുണ്ട്. പല സ്ഥാപനങ്ങളും അനുമതി അത് ഞാനല്ലല്ലോ പഠിച്ചത്. അത് നിങ്ങൾ സംവിധാനമാണോ നോക്കേണ്ടത്, ഗവൺമെന്റും കോർപ്പറേഷനും നോക്കേണ്ടത്. പ്രശ്നങ്ങൾ അവിടെയുണ്ട്. നമുക്കറിയാം പയ്യാമ്പലം ശ്മശാനം സ്ഥിതി ചെയ്യുന്നത് കടലിനോട് ചേർന്ന് തന്നെയാണ്. ഈ പറയപ്പെട്ട റിസോർട്ടുകളും ഹോട്ടലുകളൊക്കെ ചിലത് നിൽക്കുന്ന റോഡിന്റെ അപ്പുറത്താണ്. അങ്ങനെ ചില പരിമിതികളും ചില നിയമപരമായ അല്ല, ആ പരിമിതി ഉൾപ്പെടെ നീങ്ങി ഈ കോർപ്പറേഷൻ ഇത്തവണ ചുമതല ഏറ്റെടുത്തതിന് ഏറ്റവും ആദ്യം ബജറ്റിൽ ഉൾപ്പെടെ പ്രഖ്യാപിച്ച ഏറ്റവും പ്രഥമ ഞങ്ങൾ എല്ലാവരും മൃതദേഹങ്ങളോട് ആരും അനാദരവ് കാണിക്കില്ല. കാണിക്കില്ല. ഒരു സാങ്കേതിക പ്രശ്നം കൂടി ഉണ്ട്. ഞങ്ങൾ ഇതെല്ലാം കുറ്റപ്പെടുത്തുമ്പോൾ എല്ലാവർക്കും പറഞ്ഞു ഇത് കുറ്റപ്പെടുത്തുന്നില്ല, ഇത് ഒരിക്കലും ഞാൻ പറഞ്ഞത് നിങ്ങളോടല്ല, ഇവിടെ കോർപ്പറേഷൻ ചെയ്യേണ്ടുന്ന വർക്കും കൂടെ പിന്നെ MLA ചെയ്യണമെന്ന് പറഞ്ഞാൽ അതൊക്കെ MLA തലയിൽ കൊണ്ടിടാന്ന് പറഞ്ഞാൽ നടപ്പുള്ള കാര്യമല്ല. ഇത് 1-2 കാര്യങ്ങൾ. ഒന്ന് പിന്നെ ചില ട്രെഞ്ചിങ്ങിന്റെ ഗ്രൗണ്ടിന്റെ, രണ്ടാമത് ഇപ്പം പിന്നെ ഇതിന്റെ ശ്മശാനത്തിന്റെ, ഇതൊക്കെ പറയുന്നത് ഉത്തരവാദിത്വമുള്ളത് കോർപ്പറേഷന്റെ കയ്യിൽ.
അത് ഇപ്പൊ ചെയ്യേണ്ടത് corporation ആരാ? ചെയ്തില്ല എങ്കിൽ ഞാനൊന്ന് വെക്കുന്നോട്ട് കോർപ്പറേഷന്റെ കയ്യിലാന്ന് ഇപ്പൊ നിങ്ങൾ സമ്മതിച്ചില്ലേ? ഈ 4.5 വർഷം LDF കോർപ്പറേഷൻ ഭരിച്ചിട്ടുണ്ട്. 4.5 വർഷം അതും കൂടെ വിട്ടേക്ക്. 4.5 വർഷം LDF കോർപ്പറേഷൻ ഭരിച്ചിട്ടുണ്ട്. 4.5 വർഷം ആ സമയത്ത് ആ നവീകരണം ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. ഒരു സമയത്ത് അതിനെപ്പറ്റി അതിനെപ്പറ്റി മാത്രം നിങ്ങൾ പറയരുത്. ആ സംഗതിയിൽ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ ആരും പറയുന്നത് 4.5 വർഷം LDF ഭരിച്ചിട്ടുണ്ട്. LDF ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു LDF കൈകഴുകാൻ പറ്റില്ല. നിങ്ങൾക്ക് ചിരട്ട കിട്ടാത്തയോ അല്ലെങ്കിൽ വിറക് കിട്ടാത്തയോ അല്ലെങ്കിൽ അതിന്റെ എല്ലാം ഉണ്ട്. അന്നുണ്ട്. അന്നും അതേ വിഷയമുണ്ട്. അന്നും അതേ വിഷയം. ഞാൻ ഈ വിഷയം പറയുന്നുണ്ട്. കോർപ്പറേഷൻ എല്ലാവരും വളഞ്ഞിട്ട് കുറ്റപ്പെടുത്തുകയാണല്ലോ. ഈ കോർപ്പറേഷന്റെ ചുറ്റുമുള്ള പഞ്ചായത്തുകളൊക്കെ ആരാ ഭരിക്കുന്നത്? ഇപ്പം മുണ്ടേരി പഞ്ചായത്ത് ഇത്തവണ ഞങ്ങളാണ്. ചുറ്റുമുള്ള മുഴുവൻ പഞ്ചായത്തും ഭരിക്കുന്ന ആരാ? LDF ആണല്ലോ. ആ പ്രദേശത്ത് ഏതൊക്കെ പഞ്ചായത്ത് സമീപ പ്രദേശങ്ങളിൽ ഉൾപ്പെടെയുള്ള മൃതദേഹങ്ങളെല്ലാം ദഹിപ്പിക്കുന്ന എവിടെയാണ്? അറിവുള്ള ഈ LDF ഭരിക്കുന്ന പഞ്ചായത്തിൽ പോലും മൃതദേഹങ്ങൾ ഈ കണ്ണൂർ നഗരത്തിലെ കോർപ്പറേഷൻ ശ്മശാനത്തിലേക്ക് കൊണ്ടുവരേണ്ടി വരുന്ന സാഹചര്യം എന്താണ്? അവിടെ അതിന്റെ സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ്. അതിന് എന്നിട്ട് ഇതെല്ലാം കൂടെ കോർപ്പറേഷൻ അത് പിന്നെ സാധാരണഗതിയിൽ എന്ന് പറഞ്ഞാൽ ഈ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഇത് മുനിസിപ്പാലിറ്റിയും വിവിധ പിന്നെ പഞ്ചായത്തുകളിൽ നിന്നും രൂപകൾക്ക് പിന്നെ ക്രോഡീകരിച്ചെടുത്ത മുനിസിപ്പാലിറ്റിയുള്ള കാലഘട്ടത്തിലും സംസ്കാരം ഇവിടെയാണ് നടന്നത്. ഇതൊന്നും ഇല്ലാത്ത കാലത്തും സംസ്കാരം എന്തായിട്ടുണ്ട്, നടന്നിട്ടുണ്ട്. അത് നടന്നേ പറ്റുള്ളൂ. അത് പിന്നെ അവരുടെ ആരാണോ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് അവരാണ് അത് നിയന്ത്രിക്കേണ്ടത്. ഇപ്പം പഞ്ചായത്ത് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് പഞ്ചായത്തല്ല, ബാക്കി ചുറ്റുമുള്ള പഞ്ചായത്ത് കൂടിച്ചേർന്ന് കോർപ്പറേഷൻ അതാ എന്ന് അതിനപ്പുറത്തുള്ള പഞ്ചായത്തിലെ കഥ ഈ പറയുന്നത്. ഈ പറഞ്ഞ അഞ്ചരക്കണ്ടി പഞ്ചായത്തില് വേങ്ങാടാണെങ്കിലും പാരമ്പര്യമായിട്ട് അഴീക്കോടാണെങ്കിലും ചെറുക്കലാണെങ്കിലും മാറ്റം കൊണ്ടുവരും. ഇനിയിപ്പോ ജയിക്കാൻ പോകുന്നത് ഞങ്ങളാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ, അതുകൊണ്ട് ആ മാറ്റം ഞങ്ങൾ കൊണ്ടുവന്നു. നിങ്ങൾ പറഞ്ഞ കിട്ടിയിട്ട് ഞങ്ങൾ അങ്ങനെയാക്കുമെന്ന് പറഞ്ഞിട്ട് 10 കൊല്ലം ഒന്നിനും കൊള്ളൂലെന്ന് തെളിയിച്ചല്ലോ. രണ്ടാമത്തെ കാര്യം ഒന്നും കൂടി കൊള്ളാണ്ടാണോ ഇതൊക്കെ ഉണ്ടായത്? നിങ്ങൾ പൂട്ടിപ്പോയ ഹൈവേ വന്നത് ഈ ജനറൽ ആശുപത്രി ഇന്ന് പൊളിഞ്ഞു പോയാൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. പൊളിഞ്ഞു പോയപ്പോഴേ എവിടെ ഞങ്ങൾക്ക് അതിനകത്ത് റോളില്ല. ഞങ്ങൾക്കുള്ള റോൾ എന്താണ്? ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുക എന്നുള്ള റോളാണ്. അല്ല, നിങ്ങൾ അത് മാത്രമാണെങ്കിൽ 75% ഇതാണെങ്കിൽ ഈ പിന്നെ BJP ഗവൺമെന്റ് തന്നെ ഇത് പൂട്ടിക്കെട്ടി പോയത്. ഇദ്ദേഹത്തിനോടൊന്ന് ചോദിച്ചോട്ടെ. 25 അല്ല ഇത് കൈത്തറിയുടെ പിന്നെ ഉൽപ്പന്നങ്ങൾ, അതായത് നമ്മളെ പരമ്പരാഗതമായിട്ട് നമ്മളെ കണ്ണൂർ എന്ന് പറയുന്ന കൈത്തറിയുടെ സെന്ററാണ്. ആ കൈത്തറി വ്യവസായം അല്ലെങ്കിൽ അതിന്റെ ഉൽപാദനം ഇല്ലാതാക്കിയത്, അതിന്റെ പിന്നെ തൊഴിലാളികളെ വഴിയാധാരമാക്കിയതിന് UDF-നും LDF-നും തുല്യ പങ്കില്ലേ? നിങ്ങൾ രണ്ടുപേരും മാറി മാറി ഭരിച്ചതല്ലേ? നിങ്ങൾ രണ്ടുപേരും ഏതെങ്കിലും ഒരു കൂട്ടർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ രക്ഷപ്പെട്ടിട്ടുണ്ടാവില്ലേ? ആ വ്യവസായം പുരോഗതിയിൽ എത്തിയിട്ടുണ്ടാവില്ല. ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ കണ്ണൂരിലെ കൈത്തറി മേഖല ഒരു പിന്നെ നാശത്തിന്റെ വക്കിലേക്ക് എപ്പോഴാണെന്നറിയോ? കേന്ദ്രത്തിൽ ഈ പറഞ്ഞ UPA ഗവൺമെന്റ് മാറി നരേന്ദ്രമോദി ദേശീയ തലത്തിൽ കണ്ണൂരിലെ കൈത്തറി വ്യവസായം എപ്പോഴാണ് പിന്നെ 10-25 വർഷം മുന്നെയാണ് കൈത്തറി വ്യവസായം നടക്കാൻ തുടങ്ങിയത്. ശാലകൾ കാണാനില്ല. കേന്ദ്രത്തിൽ BJP ഭരിക്കാൻ തുടങ്ങിയിട്ട് 11 കൊല്ലമായിട്ടില്ല. 11 കൊല്ലം മുമ്പേ അല്ല പിന്നെ കൈത്തറി വ്യവസായം നശിച്ചത്. നിങ്ങൾ ഒരു രാഷ്ട്രീയ തർക്കത്തിന് വേണ്ടി അങ്ങനെ പറയാം. ഒരിക്കലും അതല്ല, അടിസ്ഥാനപരമായിട്ട് അങ്ങനെയല്ല അത്. പക്ഷേ മറ്റു സ്ഥലങ്ങളിൽ കൈത്തറി മേഖല ഇങ്ങനെ തകർന്നു പോയിട്ടില്ല. എങ്ങനെ കേരളത്തിലെ മറ്റു സ്ഥലങ്ങളിൽ എവിടെയാണ് ഈ പറഞ്ഞ പാലക്കാട് ഉൾപ്പെടെയുള്ള മേഖലയിലേക്ക് എന്താണ് പ്രശ്നം വന്നിട്ടുള്ളത്? അല്ല, ഇനി പറഞ്ഞ പോലെ പാലക്കാടിന് എന്തെങ്കിലും പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യം വരും. കണ്ണൂർ അവകാശപ്പെടൊന്നുമില്ല. കേരളത്തിൽ എവിടെ അപ്പൊ കൈത്തറി മേഖല നശിച്ചതിന്റെ അവകാശം പിന്നെ കണ്ണൂരിന്റെ ഇതെന്ന് പറഞ്ഞാൽ ഈ പരമ്പരാഗത മേഖലയിൽ തൊഴിലെടുക്കുന്ന പലരും മറ്റു മേഖലകൾ തേടിപ്പോയിട്ടുണ്ട്. എന്തുകൊണ്ട് പോകേണ്ടി വന്നു? എല്ലാവരും സ്വർണ്ണ തൊഴിലാളികൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയത് എത്ര ഒരു 10,000-കണക്കിന് സ്വർണ്ണ തൊഴിലാളികൾ അവർ മറ്റൊന്നും ഇപ്പൊ പെയിന്റിംഗ് തൊഴിലാളിയും പിന്നെ ഓട്ടോറിക്ഷ തൊഴിലും മറ്റു തൊഴിൽ മേഖല അവർ പോയി. എന്തുകൊണ്ട് സംരക്ഷിക്കാൻ വേണ്ടി ആരും തയ്യാറായില്ല? അത് ഗവൺമെന്റിന്റെ മാത്രം പ്രശ്നമല്ല, തീർച്ചയായിട്ടും അത് ഗവൺമെന്റ് അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കണം. ഒരു സംസ്കാരത്തിന്റെ സംസ്കാരത്തിന് ഒരു മൂല്യച്യുതി സംഭവിച്ചിട്ടില്ല. അടിസ്ഥാന സൗകര്യങ്ങൾക്കാണ്
വിപണനത്തിനാണ് അടിസ്ഥാന സൗകര്യം, ചോദിക്കട്ടെ, ഗവൺമെന്റ് സപ്പോർട്ട് ഒന്ന് അതല്ലാതെ ചോദിച്ചോട്ടെ. അതായത് ഗവൺമെന്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു വ്യവസായം സപ്പോർട്ട് ചെയ്യുമ്പോൾ ആ വ്യവസായം ഡെവലപ്പ് ആയിട്ട് വരണം. അതിനനുസരിച്ചുള്ള സമർപ്പണം ഉണ്ടാവും. ആളുകൾ ആഗ്രഹിക്കുന്നത് പറഞ്ഞാൽ അവർക്ക് ഇതുകൊണ്ട് മതിയാവില്ലെന്ന് കണ്ട് അവർ പൊതുമേഖല തേടിപ്പോയി. അതുകൊണ്ടാണ് പറ്റിയത്. കണ്ണൂര് വ്യാവസായികമായ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവന്ന കഴിഞ്ഞ 10 വർഷത്തിലുണ്ടായ വ്യാവസായിക സ്ഥാപനങ്ങൾ ഏതൊക്കെയാ? ഒരു വ്യവസായി ഇടമാണ്. വളപട്ടണത്ത് മാത്രം കേന്ദ്രീകരിക്കപ്പെട്ട പ്ലൈവുഡ് ഫാക്ടറികൾ സ്വകാര്യ വ്യക്തികളുടെ അല്ല, സ്വകാര്യ വ്യക്തികൾ നിങ്ങളുടെ കാലത്ത് എന്തുകൊണ്ടാണ് നടത്താതെ? ഇതേ സ്ഥലം ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലം എവിടെയാ? തിരുവേപ്പതി മില്ലിന്റെ മുറ്റത്താണ് നമ്മളുള്ളത്. ഈ തിരുവേപ്പതി മില്ലിൽ പൂട്ടിക്കെട്ടിയിട്ട് ആടെ ആസ്ഥാന മന്ദിരം പണിഞ്ഞത് ആരെ പേരില്ല? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിന്റെ പേരിലാണ് ആ ആസ്ഥാന മന്ദിരം ഉള്ളത്. ആയിരക്കണക്കിന് 10,000-കണക്കിന് തൊഴിലാളികൾ പണിയെടുത്ത തിരുവേപ്പതി മില്ല് പൂട്ടിയിട്ട് ആ പൂട്ടിയ സ്ഥലം ഏറ്റെടുത്തത് CPM. എന്നിട്ട് അവിടെ തുടങ്ങിയ 10 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു വ്യവസായശാലകൾ ഉണ്ടാക്കിയോ? നിങ്ങൾ ഉണ്ടാക്കിയെന്നാ പാർട്ടി ഓഫീസ്. പാർട്ടി ഓഫീസ് അതിന്റെ കൂടെ അവിടെ എന്താ തുടങ്ങിയത്? ഓഡിറ്റോറിയം, കല്യാണത്തിന് വാടക കൊടുത്താൽ ഓഡിറ്റോറിയം. ആന്തൂർ പഞ്ചായത്ത് പിന്നെ മുനിസിപ്പാലിറ്റിയിൽ മാത്രം 60ഓളം ആന്തൂരെന്ന് കേൾക്കുമ്പോ നമുക്ക് അതിന്റെ എല്ലാം പിന്നെ തന്നെ കിട്ടും. അത് ജനങ്ങൾ ഇതെതിരായ വോട്ടായിരിക്കും. നിങ്ങളുടെ പരസ്യമില്ലേ? ഇതെല്ലാം LDF-നല്ലാതെ വേറെ ചെയ്യാൻ പറ്റും. CPM-നല്ലാതെ വേറെ ഏത് രാഷ്ട്രീയ പാർട്ടി ചെയ്യാൻ വേണ്ടി പറ്റും? ആർക്കും പറ്റൂല. തൊഴിൽശാല കൂട്ടി ആയിരക്കണക്കിന് തൊഴിലാളികളെ ഇറക്കി വിട്ടിട്ട് അവിടെ പാർട്ടി ഓഫീസ് പണിതത് CPM-നല്ലാതെ വേറെ ആർക്ക് ചെയ്യാൻ പറ്റും? നിങ്ങൾ അവിടെ ഒരു മില്ല് തുടങ്ങിയാൽ ഞാൻ അംഗീകരിക്കും നിങ്ങളെ. നിങ്ങൾ തന്റെ എന്നിട്ട് ഒരു 10 പേർക്ക് തൊഴിൽ കൊടുത്താൽ അത് നിങ്ങൾ പറ. നിങ്ങൾ പിന്നെ നിങ്ങൾ വാങ്ങിച്ചു. ചേട്ടൻ പറയട്ടെ, എന്തുകൊണ്ടാണ് മില്ല് സ്വകാര്യ മേഖലയിലെ മില്ലല്ലേ? അവിടെ തൊഴിലാളികൾക്ക് അർഹമായ പ്രതിഫലം അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ തൊഴിലാളികൾ അവർ സമരം ചെയ്യേണ്ടി വരും. ഇപ്പൊ നഴ്സുമാർ സമരം ചെയ്യുന്നു, ഹോസ്പിറ്റലുകൾ എന്തുകൊണ്ടാണ് സമരം ചെയ്യുന്നത്? അവർക്ക് ന്യായമായ തൊഴിലാളികളുടെ പാർട്ടിയാണല്ലോ LDF. തൊഴിലാളികൾക്ക് ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റൊരു ജോലി നൽകുക എന്നുള്ളതല്ലേ അതിന് പ്രതിവിധി. ഒരു വ്യവസായം തുടങ്ങി കാണിക്കണം മാഡം. ഒരു വ്യവസായം തുടങ്ങി കാണിക്കണം. മില്ല് പൂട്ടിയതിന്റെ പേരിൽ പുനരധിവാസം നൽകപ്പെടാത്ത ഒരാളെ പേര് പറയട്ടെ ബാബു. എന്റെ അറിവിൽ ഒരൊറ്റനാൾക്ക് പുനരധിവാസം ആനുകൂല്യങ്ങൾ കിട്ടാതെ നൂറുകണക്കിന് ആളുകളുണ്ട്. അദ്ദേഹത്തോട് വെച്ച് അദ്ദേഹം പറഞ്ഞുതരും. അത് നിങ്ങൾ വെറുതെ പറഞ്ഞു. പുനരധിവാസവും പുനരധിവാസം ലഭ്യമാകാത്ത രൂപത്തിൽ കോമ്പൻസേഷൻ അല്ല കൊടുക്കേണ്ടത്, തൊഴിലാണ് കൊടുക്കേണ്ടത്. ഒരു വ്യവസായം പൂട്ടിയിട്ട് അവിടെ പാർട്ടി ഓഫീസ് ഉണ്ടാക്കലല്ല വേണ്ടത്. അവിടെ നിങ്ങൾ മറ്റൊരു വ്യവസായം ഉണ്ടാക്കണം. മറ്റൊരു വ്യവസായം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അംഗീകരിക്കാൻ നമ്മള്. നിങ്ങളിപ്പം സമ്മതിക്കുന്ന പല വികസന പ്രവർത്തനങ്ങൾക്കും ചിലപ്പോൾ അവിടെ ഉള്ള വീടുകൾ പൊളിച്ചിട്ടുണ്ടാകും. അവിടെ ഞാൻ ഇതിന്റെ കാര്യം മില്ല് പൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് പകരമായി ബദൽ സംവിധാനം ആന്തൂർ മുനിസിപ്പാലിറ്റി നിങ്ങൾ ഇല്ലാന്ന് ആന്തൂർ മുനിസിപ്പാലിറ്റിയിൽ മാത്രം എടുത്തു നോക്കിയാൽ 60ഓളം പിന്നെ കിടക്ക ഫാക്ടറികൾ പൊതുവ്യവസായം സ്റ്റാർട്ടപ്പ് ആവട്ടെ തൊഴിലവസരങ്ങളാണ് അവിടെ. പൊതുസ്ഥാപനമാണോ? പിന്നെ നിങ്ങൾ ഈ ലോകത്തൊന്നല്ലേ? ഇന്ത്യ ഭരിക്കുന്നതാരാ? NDA സ്റ്റാർട്ടപ്പിൽ 1ാം സ്ഥാനം നൽകപ്പെട്ട സംസ്ഥാനം ഏതാണ്? അതെ, അതിന്റെ കാരണം എന്താണെന്നും കൂടി ഇവിടെയുള്ള പെട്ടിപ്പേടി അതൊട്ട് ഉന്തുവണ്ടി തൊട്ട് എല്ലാത്തിനും അപേക്ഷ കൊടുക്കുക. ലൈസൻസ് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആ നെറ്റ് അതെടുത്തിട്ട് കേന്ദ്ര ഗവൺമെന്റ് അയച്ചു കൊടുക്കും. ഇത് കംപ്ലീറ്റ് സ്റ്റാർട്ടപ്പ് ആണെന്നും പറഞ്ഞിട്ട് അത് സെൻട്രൽ ഗവൺമെന്റ് അത് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് 1ാം സ്ഥാനം നിങ്ങൾക്ക് കിട്ടിയെന്ന് പറയുന്നത്. വേറെ എന്ത് സ്റ്റാർട്ടപ്പ് സഹോദരം ഉള്ളത്? കണ്ണൂരിൽ ഞാനൊരു സ്റ്റാർട്ടപ്പ് ദേശീയ ഗവൺമെന്റ് ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. നിങ്ങൾ ചാനൽ ഉണ്ടായിട്ട് പട്ടിക്കട സ്റ്റാർട്ടപ്പ്
കണ്ണൂരിൽ ഒരു വ്യവസായം വളരെ ഉണ്ടെങ്കിൽ മോശമാണത്. അങ്ങനെ ഒരു വ്യവസായം ഉണ്ട്. ഈ ചായ കുടിക്കുന്ന 18 കോടി സ്റ്റാർട്ടപ്പിന്റെ ബാബുവേട്ടൻ NDA നരേന്ദ്രമോദിയുടെ അടുത്തിരിക്കുന്ന ആള് പറഞ്ഞു കൊടുക്കണ്ട ആള് ചായ കിടക്കാൻ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ മറ്റൊരു സംസ്ഥാനം നിങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ഈ പ്ലൈവുഡ് കമ്പനീന്റെ പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് അത് പറയുമ്പോൾ പറയും നിങ്ങളുടെ സ്വകാര്യ മേഖലയിൽ ഈ സ്വകാര്യ മേഖലകളിലെ ഇൻവെസ്റ്റ്മെന്റ് സംസ്ഥാനത്ത് കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളത് ഒരു ഗവൺമെന്റിന്റെ കഴിവാണ്. നിങ്ങൾ അതിൽ പരാജയപ്പെട്ടു. പരമ്പരാഗതമായിട്ടുള്ള ഇന്നെന്ന് പറഞ്ഞാൽ പ്ലൈവുഡ് കമ്പനി പൂട്ടിപ്പോയതല്ലാതെ പുതിയതായിട്ട് തുടങ്ങി ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഉള്ള കാലത്ത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരു സംരംഭം തുടങ്ങാൻ പോയ ഒരാളാണ് ഞാൻ. ഒരു ഫയലുമായിട്ട് പോയാൽ നമ്മൾ 6 ഫയലുമായിട്ട് 6 ഓഫീസ് തുടങ്ങിയോ? ഇപ്പൊ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എന്താ തുടങ്ങിയത്? ഇപ്പൊ എന്തെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മള് ഫയലുകൾ തയ്യാറാക്കിയിട്ട് വ്യവസായ വകുപ്പ് കൊടുത്ത ഒരു സമയമില്ല. സാജൻ എന്തിനു തൂങ്ങി മരിച്ചത്? 18 കോടി രൂപ സ്വന്തം പോക്കറ്റിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്ത സാജൻ ഒരു മുളം കയറിൽ എന്തിനു തൂങ്ങി മരിച്ചത് നിങ്ങൾ പറയണം. അത് നിങ്ങളെ ശ്യാമളയോട് ചോദിക്കും, നേതാവ് TK ഗോവിന്ദനോട് ചോദിക്കും, നിങ്ങളുടെ നേതാവ് TK ഗോവിന്ദനോട് ചോദിക്കും. ഗോവിന്ദൻ പറയുന്നതാ ശ്യാമള ഉടക്കി വെച്ചിട്ടാണ്. ഞാൻ ഈ കസേലയിൽ ഇരിക്കുന്ന കാലം വരെ അതിന് പെർമിഷൻ തരൂലെന്ന് പറഞ്ഞത് ഗോവിന്ദനോട് ചോദിക്കും. 18 കോടി ചെലവഴിച്ച് സാജൻ തൂങ്ങി മരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ കുറിച്ച് സംസാരിക്കരുത്. തൂങ്ങി മരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കയറി ഇന്ന് UDFന്റെ പക്ഷത്ത് നിൽക്കുന്ന ആളുകളായിരിക്കും. എന്ത് റോള്? CPMന്റെ ജില്ലാ ഭാരവായിരുന്നത് നിങ്ങൾ പറയുന്ന ആക്ഷേപം ജില്ലാ ഭാരവാഹി സമ്മതിച്ചോ? TK ഗോവിന്ദൻ അന്ന് CPM കാരനാണ്. ഞാൻ പറഞ്ഞത് ഈ ആരോപണം സത്യമാണെങ്കിൽ, നിങ്ങൾ പറയുന്ന ആരോപണം സത്യമാണെങ്കിൽ അതിന് സത്യമാണ് സഹോദരൻ. അദ്ദേഹം 18 കോടി ചെലവഴിച്ചതിന് ശേഷം തൂങ്ങി മരിച്ച ഒരു വ്യവസായിയാണ്. നിങ്ങൾ പയ്യന്നൂരെ ധനരാജനെ കൊന്നത് മറ്റേ കുഞ്ഞുകൃഷ്ണ എന്ന് പറയുമല്ലോ. അത് പറഞ്ഞില്ലല്ലോ. അല്ല അല്ല, നമ്മൾ പറഞ്ഞത് കണ്ണൂരിന്റെ പിന്നെ സീനിയർ നേതാവ് എന്ന നിലക്ക് ശ്യാമള ടീച്ചറെ പോലും കൺട്രോൾ ചെയ്തിരുന്ന ഒരാളെന്ന നിലക്ക് കൺട്രോളിലാണ്. പാർട്ടിന്റെ അണികൾ കൺട്രോളിൽ തന്നെയാണ്, നേതൃത്വത്തിന്റെ കൺട്രോളിലാണ്. അല്ലാതെ കോൺഗ്രസിന്റെ മാത്രമല്ല. TK ഗോവിന്ദനാണോ എന്നുള്ള കാര്യമാണ്. ഗോവിന്ദൻ അതിനകത്തുള്ള കാര്യം വിളിച്ച് ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ശ്യാമൽ ടീച്ചർക്ക് അയാൾക്ക് സീറ്റ് കിട്ടാത്തപ്പോ പറഞ്ഞ കാര്യമല്ല നിങ്ങൾ എടുത്തിട്ട് അത് അയാൾക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ അയാളൊന്നും പറയാൻ നിർത്തും. അങ്ങനെയാണെങ്കിൽ എത്ര പേരെ പാർട്ടിയിൽ നിന്ന് ഇപ്പൊ പുറത്തു പോണ്? ഏതേ അടിച്ചു മാറ്റാന്ന് അടുത്ത വസന്തത്തിൽ വിരിഞ്ഞു വരും. അടിത്തറയുള്ള പാർട്ടികൾ ബംഗാൾ മോഡലോ ത്രിപുര മോഡലോ ഏത് മോഡലാ വിരിയോ? ബംഗാൾ മോഡലിലെ വിരിയോ ത്രിപുര മോഡലിലെ വിരിയോ? താമര വിരിയില്ല. അതെയാ, നമുക്കിപ്പോ കണ്ണൂരിന്റെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് കണ്ണൂരിന്റെ വികസനത്തെ കുറിച്ച് ചെറിയ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഇപ്പൊ കണ്ണൂരിലെ ഒരു നടപ്പാത എന്ന് പറയുന്നത് എനിക്കൊന്ന് കോർപ്പറേഷൻ 15ാമത്തെ വർഷം 15ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്നതല്ലേ? 15 പൂർത്തിയായോ? ഇല്ലില്ല, മൂന്നാമത്തെ ടേം തുടങ്ങിയതാണ്. ഈ മൂന്നാമത്തെ ടേമിന്റെ 2ാമത്തെ ടേമിന്റെ അവസാനത്തിലാണ് ഒരു നാമമാത്രമായിട്ട് കുറച്ച് സ്ഥലത്ത് ഫുട്പാത്തുകൾ ഉണ്ടാക്കിയത്. ഈ ഫുട്പാത്തിന്റെ പിന്നെ ദൂരം ദീർഘിപ്പിച്ച് കാൾടെക്സ് മുതൽ താണ വരെ, അതുപോലെ ഇങ്ങേ ഭാഗത്ത് പള്ളിക്കുന്ന് വരെ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ നടന്നിട്ട് ആളുകൾക്ക് ചെയ്തു വരുന്നുണ്ട്. അല്ല അതെ, അങ്ങനെയുള്ള ആ സംഗതികളിലേക്ക് എന്തായാലും അങ്ങനെ ഒരു വികസനം വേണം. നവകേരള സദസ്സിന് ഒരു നവകേരള ബസ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് പോകുന്ന സമയത്ത് ആ ബസ്സിന്റെ സ്റ്റെപ്പ് ഒരു കയറാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് അതിന്റെ മേലെ ലിഫ്റ്റ് വെച്ചതാരാ? നരേന്ദ്രമോദിയല്ല. അതിന്റെ മേലെ ആ ബസ്സിന്റെ ലിഫ്റ്റ് ഉണ്ടായിരുന്നു ചോദിച്ചു. നിങ്ങളെ പാർട്ടിയെ കുറിച്ച് ആരോ ചോദിച്ചത്? നിങ്ങൾ ചോദിക്കല്ല. നിങ്ങൾ ഒരു ടെലിവിഷൻ ചാനലിന്റെ മുമ്പിൽ വന്നിട്ട് നിങ്ങൾ ചോദിക്കല്ല. അതിന്റെ മേലെ ലിഫ്റ്റ് വെച്ച ആൾക്കാരാണ് നിങ്ങൾ. നിങ്ങൾ പ്രധാനമന്ത്രി ഫ്ലൈറ്റിലേക്ക് സ്റ്റെപ്പ് ഓടിക്കയറുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? പ്രധാനമന്ത്രി ഫ്ലൈറ്റ് സ്റ്റെപ്പ് ഓടിയിട്ടാ കയറുന്നത്, ഓടിയിട്ടാ ഇറങ്ങുന്നത്. അറിഞ്ഞിട്ടില്ല നിങ്ങള്?
നിങ്ങൾ ഒരു സ്റ്റെപ്പ് കയറാൻ പിടിച്ചാൽ നിങ്ങൾ ലക്ഷക്കണക്കിന് ചോദിക്കട്ടെ? ഓൾട്രേഷൻ ചെയ്തിട്ട് പിന്നെ ലിഫ്റ്റ് ഉണ്ടായി കൊടുത്തത്. പിന്നെ നിങ്ങൾ ഒരാളെ- പ്രായത്തിന്റെ കാര്യം ഞാൻ പറയാം. പറഞ്ഞു വരുന്നത്. പിന്നെ ആക്കുന്ന നിങ്ങൾ സൗകര്യം അതിൽ നമുക്ക് പിന്നെ പ്രശ്നമില്ലേ. പക്ഷെ നിങ്ങൾ 91 വയസ്സ് പൈസ ജനങ്ങളുടെ അത് അതുകൊണ്ട് അദ്ദേഹം ഇവിടുത്തെ ഭരണത്തിന്റെ കാര്യങ്ങളിൽ എന്തെങ്കിലും മുടക്കം വരുത്തിയിട്ടുണ്ടോ? മുടക്കം ഇവിടെ എന്ത് ഭരണം നടക്കുന്ന സഹോദരാ? ഇവിടെ ഭരണം നടന്നിട്ട് വേണ്ടേ? ബുദ്ധി വെക്കണമെങ്കിൽ ഒരു 15 കൊല്ലം കഴിയും. അതാണ് ഈ പുറത്തുള്ള അത് ഞങ്ങൾക്ക് സർവകലാശാല 15 കൊല്ലം കഴിഞ്ഞാലും സഹോദര, സഹോദര, നിങ്ങൾക്ക് അത് വെക്കുന്നില്ല. പുറത്തുള്ള സർവകലാശാലയിൽ നിങ്ങൾ കൊണ്ടുവരുന്ന നല്ല കാര്യം, നിങ്ങൾ നല്ല കാര്യമാണ് ചെയ്യുന്നത്. പുറത്തുള്ള സർവകലാശാല കൊണ്ടുവരുന്നത്. ഞാൻ ഒറ്റൊന്ന് ചോദിക്കട്ടെ, ഈ പുഷ്പൻ എന്തിനാ നിങ്ങൾ ഇങ്ങനെ പാടിപ്പോഴുത്തന്നെ? എത്ര കൊല്ലം പുഷ്പൻ നരകയാതനെ അനുഭവിച്ചു? എന്തിനാ പുഷ്പന്റെ നട്ടലിന് വെടികൊണ്ടത്? ശാസ്ത്രീയ കോളേജിനെതിരെ സമരം നടത്തിയതാണ്. ആ ശാസ്ത്രീയ കോളേജ് നിങ്ങളാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവരുന്നത്. നിങ്ങളാണ് കൊണ്ടുവരുന്നത്. ആ പുഷ്പനെ എന്നിട്ട് നിങ്ങൾ ഓരോ പരിപാടി കാണുന്നത് പുഷ്പനെ അറിയാമോ, പുഷ്പനെ അറിയാമോ? നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ മറുപടി പുഷ്പനെ കുറിച്ച് പറയാം. പുഷ്പന്റെ ഇത് പറയുമ്പോ അന്ന് കൊണ്ടുവന്ന സംവിധാനം എന്താണ്? സ്വാശ്രയ കോളേജ്. സ്വാശ്രയ ശാസ്ത്രീയ കോളേജ്. അത് തന്നെ നിങ്ങൾ ഇപ്പം കൊണ്ടുവരുന്നത്. അല്ല, പിന്നെ തമ്മിൽ അതിന് ഒരു വ്യത്യാസവും ഇല്ല. നിങ്ങൾ ഒരു കൺട്രോളും ഇല്ലാതെ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചു. മുതലാളിത്തത്തിന് വേണ്ടി സർവ്വതും പിന്നെ അടിച്ചു മാറ്റുന്ന ഫണ്ടിനകത്ത് വ്യത്യാസം ഉണ്ടോ? വേറെ ഒരു വ്യത്യാസവും ഇല്ല. ഇപ്പോഴെന്നാന്ന് പറഞ്ഞാൽ പിന്നെ കൺട്രോൾ ആയിട്ട് ഗവൺമെന്റ് നിയന്ത്രണത്തിൽ മാത്രമേ സ്വാശ്രയത്തിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഒറ്റ കാര്യം കൂടെ, ഈ ആരോഗ്യമന്ത്രിക്ക് ശരിക്കും വന്ന് പരിക്ക് പറ്റിയെന്ന് ആഷിം കാക്ക് വ്യക്തിപരമായിട്ട് അഭിപ്രായം ഉണ്ടോ? ഏത് ആരോഗ്യമന്ത്രി വീണ കഴുത്തുളിക്കിയതേ കഴുത്ത് പരിക്ക്, ഗോവിന്ദ മാഷ്ടറിന്റെ കഴുത്ത് പിടിച്ച് തിരിച്ച് കൈ പിടിച്ചൊടിച്ചെന്നൊക്കെ പറഞ്ഞില്ലേ? ആ സംഭവത്തിൽ ശരിക്കും അങ്ങനെ ഒരു പരിക്ക് പറ്റിയെന്ന് വ്യക്തിപരമായ അഭിപ്രായം ഉണ്ടോ? ഉണ്ടല്ലേ? ഇപ്പോഴും നല്ല ആവേശത്തിൽ പരിക്ക് പറ്റിയത് മതിയായില്ല. അനക്കാൻ പറ്റാതെ പിന്നെ കഴുത്തും കൊണ്ടാന്ന് ഇന്നോവ കാർ തിരുവനന്തപുരത്തേക്ക് പോയത്. കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യാനല്ല, സത്യം പറഞ്ഞൂടെ? സത്യം പറഞ്ഞ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യല്ലോ. നിങ്ങളൊരു ആഭാസം കാണിക്കുന്ന സമയത്ത് അത് ഇവരെ സപ്പോർട്ട് ചെയ്യാനൊന്നുമല്ല. നിങ്ങൾ സത്യസന്ധമായി നിങ്ങൾ മാത്രമേ പറഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് നൽകപ്പെടുന്ന പിന്നെ അതുപോലെ തന്നെ ഒരു ജനപ്രതിനിധി എന്ന നിലക്കുള്ള പ്രിവിലേജ് അവര് എല്ലായിടത്തും സുരക്ഷിതയല്ലാന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ഉണ്ടല്ലോ. 16 ദിവസം 5 വിദ്യാർത്ഥി നേതാക്കൾ ജയിലിലിട്ടതിന് സമാധാനം ആറന്മുളയിലെ ജനങ്ങൾ ഉൾപ്പെടെ പറയും. പിണറായി വിജയനൊക്കെ ഷംസീറൊക്കെ നമ്മൾ അതാ കാത്തിരിക്കുന്നത്. അത് പറയുന്നതാണ് നമ്മളും കാത്തിരിക്കുന്നത്. എന്തായാലും നമുക്കത് വരുന്ന വഴിക്ക് കാണാം. അതെ, ഇവിടെ കേരളത്തിലെ ജനങ്ങള് കാത്തിരിക്കുന്നത്, പ്രത്യേകിച്ച് കണ്ണൂരിലെ ജനങ്ങള്. 11 സീറ്റിൽ എത്ര സീറ്റ് നേടും? ആര്? LDF 11 നേടും. UDF 11. അല്ല, ഞങ്ങൾ ഈ പറഞ്ഞ പോലെ വെറുതെ ഇങ്ങനെ കൊട്ടക്കണക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. കൃത്യമായി ഈ പറഞ്ഞ 7-8 സീറ്റ് ഈ ജില്ലയിൽ നേടാൻ പറ്റുന്ന സാഹചര്യത്തിൽ അവസാന തെരഞ്ഞെടുപ്പിന്റെ ഞാൻ 4 പറഞ്ഞ പക്ഷെ 4, 5, 7 പേര് തോക്കുന്നാവും. അല്ല, അതുകൊണ്ട് അത് വേണ്ട. നമ്മൾ എല്ലാവരും ജയിക്കാനുള്ള സാധ്യതയുണ്ട്. കേരളത്തിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അയാൾ വനവാസത്തിന് പോകുന്നല്ലോ പറഞ്ഞല്ലോ തിരുത്തി. അതിൽ നമ്മൾ കേട്ടതല്ലേ. കൃത്യമായി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ആ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് 2 പേർ അപ്പൊ ഇതൊക്കെയാണ് കണ്ണൂരിന്റെ രാഷ്ട്രീയ ചർച്ചകൾ. തീപാറുന്ന പോരാട്ടം തന്നെയാണ് 11 നിയോജക മണ്ഡലങ്ങളിലും കണ്ണൂർ ജില്ലയിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചർച്ചകളൊക്കെ കേട്ട ശേഷം ഇനി ജനങ്ങൾ പറയട്ടെ എന്താണ് അവരുടെ തീരുമാനമെന്ന്. അതറിയാൻ വേണ്ടി നമുക്ക് മെയ് 4 വരെ കാത്തിരിക്കാം.